വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം ഗൈസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കരുതിയത് 100 ആവാൻ കുറേ നേരം എടുക്കുമെന്നാണ്. പക്ഷേ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനും കാട്ടിലൊക്കെ മുന്നേ തന്നെ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. ഐ എം സോ ഹാപ്പി. ഇനി അടുത്ത ഗോൾ ഉണ്ട്, 1K ആണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ആൾക്കാർ, if you haven't subscribed yet to my channel, please do subscribe and support me. And yes, ഇന്നും ഒരു നല്ലൊരു ഫൺ വ്ളോഗ് എടുക്കാനാണ് എൻ്റെ ആഗ്രഹം. And I have my friend with me today also. So yeah, we will be doing an amazing stuff. Keep watching. ഇതിൽ കാണുമെന്നറിയില്ല, മേ ബി വേറെ വീഡിയോ ആയിട്ടായിരിക്കും അത് വരിക. Anyways, maybe some BTS stuff will be there. അതുകൊണ്ട് നോക്കാം. ആൻഡ് യെസ്, ഐ എം സോ ഹാപ്പി ഐ ഹാവ് ഡൺ ഇറ്റ്. എൻ്റെ +2 എൻജിനീയറിംഗ് ഫസ്റ്റ് ഇയർ മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പോഴാണ് അതിനുള്ളൊരു ധൈര്യവും ഒക്കെ വന്ന് ഞാൻ ചെയ്തത്. ബെറ്റർ ദാൻ എന്താ ഒന്നും ലേറ്റായി പോയോ ചോദിച്ചാൽ യെസ്, ഐ ഹാവ് taken a long time to do the thing I liked, but it's never too late എന്നാണല്ലോ. Anyways, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് ഗൈസ്. Anyway, tata, bye bye. I'm going to my office. See you there. Bye. ഇന്നെൻ്റെ കൂടെ ഇവളുമുണ്ട്. ഒരാൾ ഇങ്ങോട്ട് അടി. ഹായ്. ഔട്ട്ഫിറ്റ് കാണിച്ച്. നിന്റെ ഔട്ട്ഫിറ്റ് റീസ്റ്റാർട്ട് ചെയ്യണം. ഇത് വളർന്നു വരുന്ന ഒരു ആക്ട്രസ് ആണ് ഗൈസ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ആക്ടിങ്. താങ്ക് യു സോ മച്ച്. യെസ്, കിട്ടി. ഇന്ന് നമ്മൾ 2 പേരും പുറത്തുനിന്നാണ് കഴിക്കുന്നത്. ഞാൻ ബാർബിക്യൂ സ്പേസിൽ നിന്നൊരു അൽഫാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ബിരിയാണി. അതെ, ബിരിയാണി. ബിർനാണി. എനിക്കിങ്ങനെ എല്ലാവരുടെ മുമ്പേ വെച്ച് ഇതും പിടിച്ച് നടക്കാൻ കുറച്ച് ഓക്വേർഡ് ഉണ്ട്. അതെ, കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ബിരിയാണിയുടെ ബിരിയാണി ലഞ്ച്. ഞാൻ അതിൽ നിന്നും കഴിയിടും. ഹൗസ് യുവർ ബീഫ് ബിരിയാണി. ഇതും നല്ല ടേസ്റ്റാണ്. എനിക്ക് ബാർബിക്യൂ സ്പേസിൻ്റെ ജമൈക്കൻ ചാർക്കോൾ അൽഫാം ഐ ലവ് ഇറ്റ്. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ കഴിച്ചിട്ടൊക്കെ വരാതെ. യെസ്, ഇപ്പോൾ സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല സ്ലീപ്പി മൂഡാണ് ഗൈസ്. ഒരു കുന്തും വായിച്ചിട്ടൊന്നും മനസ്സിലാവണമെന്നില്ല. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഉറക്കം വരില്ലേ. എന്നിട്ടും നമ്മൾ പണിയെടുക്കുന്നവരാണ്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. നമുക്ക് ഐശ്വര്യ ചേച്ചി എന്തൊക്കെയുണ്ട് ചേച്ചി? ഐശ്വര്യ ചേച്ചി പണിയെടുക്കുക. നമ്മൾ ചോറ് ബിരിയാണി കഴിച്ചു. നമ്മള് 4:30 നമ്മൾ ചായ കുടിക്കും. ഇത് ഈ ചേച്ചി തന്നെയാണ് നമ്മുടെ മിക്ക റീൽസിൻ്റെയും തല. ഈ ചേച്ചിയാണ്. അതെ, ഇന്നുകൊണ്ട് ചേച്ചിയുടെ വക ഒരു കിടുക്ക് ഐഡിയ. സോ ഇറ്റ് വിൽ ബി ടീ ടൈം, മൈ ഫേവറേറ്റ് ടൈം. എനിക്ക് ഇവിടുത്തെ ചേച്ചിമാരുടെ ചായ എന്ന് വെച്ചാൽ ഈ ജീവൻ. എനിക്ക് അത് കുടിക്കുമ്പോഴാണ് ഒരു എനർജി വരുന്നത്. അതും ബിസ്ക്കറ്റും വേണം. അപ്പം നമ്മൾ ആ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ച് ഒന്ന് എനർജറ്റിക്കായിട്ടൊക്കെ ആവുമ്പോഴത്തേക്കും വാ, പിന്നെയും മോട്ടിവേഷനാവും അല്ലേ? ഓക്കെ, ഇത് ഞാൻ ബാക്കി വായിക്കട്ടെ. ടാറ്റ. ചന്ദ്രഗിരി, ഇതിവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അയ്യോ, മേക്കപ്പ് സെഷൻ ബൈ ഐശ്വര്യ. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് എടുത്തിരുന്നതാണ് നമ്മുടെ മേക്കപ്പ് സെഷൻ. ഇറ്റ്സ് നൈസ്. മാർസിൻ്റെ ടേക്ക് ഡെയർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇറ്റ്സ് നൈസ്.
അറിയാം. അറ്റ് ലാസ്റ്റ് ഞാൻ വീട്ടിലെത്തി. ഇപ്പോൾ പണി അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും എനിക്കറിയില്ല ടു ഡെഡ് ടു ഈവൻ പ്രോസസ് പ്രോപ്പർലി. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വീട്ടിൽ ലൈക്ക് 2 റീൽസ് അയ്യോ ചത്തു ഇറങ്ങുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനൊരു ഫുഡിൻ്റെ റാമനാണ് വാങ്ങിച്ച് അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളതാണ്. ലൈക്ക് 250 റുപ്പീസിനൊക്കെ കിട്ടും അത്. ആൻഡ് ഇറ്റ്സ് ഗുഡ് യുനോ. ഞാൻ പല സ്ഥലത്തും പോയി ഹൈ എൻഡിലുള്ള റാമൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് അതിനൊക്കെ കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഡ്രാഗൺസ് ഡെന്നിൽ നിന്നാണ് അത് ഞാൻ വാങ്ങിച്ചത്. ഇനി കുറച്ച് പരിപാടികളൊക്കെ എനിക്ക് തുണിയൊക്കെ എടുത്തിടണം, അക്ഷയിൽ വിരിച്ചിട്ടേക്കുന്നത്. ദെൻ അല്ലാണ്ട് ഫുഡ് കഴിക്കണം. ടയേർഡാണ്, ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആയിരുന്നു. വീട്ടിൽ എത്തിയത് ഒരു സമാധാനം. ഓക്കെ, സീ യു. ചുമ്മാ എൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ട് നീ നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. You look beautiful without even anything. Yes, you are beautiful. ഇതാണ് ഓക്കെ. ഇതാണ് എൻ്റെ ഫുഡ് ഇന്നത്തെ. ഏകദേശം കഴിയാറായിക്കൊള്ളാം, പക്ഷെ ഇപ്പം എനിക്ക് മടുത്തു കഴിച്ചു. ആ ചൂടൊക്കെ പോയപ്പോഴത്തേക്കും പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക്.